തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി ഓടിയ വാഹനങ്ങൾക്ക് പണം നൽകാൻ തീരുമാനം. പ്രതിഫലം വൈകിയത് സാങ്കേതിക കാരണങ്ങളാലാണെന്നാണ് വിശദീകരണം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 1 മാസം പിന്നിട്ടിട്ടും പണം നൽകാത്തത് വാഹന ഉടമകളെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. 30,000 മുതൽ 50,000 രൂപ വരെ വാടക കുടിശ്ശികയുണ്ടെന്ന വാർത്ത റിപ്പോർട്ടറാണ് പുറത്തു കൊണ്ടുവന്നത്. റിപ്പോർട്ടർ ഇമ്പാക്ട്. സംസ്ഥാനത്ത് ഏതാണ്ട് 7,000-ലധികം വാഹനങ്ങളാണ് ഉടമകളിൽ നിന്നും പോലീസും ആർടിഒയും ഏറ്റെടുത്ത് തെരഞ്ഞെടുപ്പ് ആവശ്യത്തിന് ഉപയോഗിച്ചത്. ദൂരദിക്കിലേക്ക് പോകുന്ന വാഹനങ്ങൾക്കടക്കം ഡീസലിനുള്ള പണം പോലും നൽകിയിരുന്നില്ല. 2 ആഴ്ചയോളമാണ് വാഹനങ്ങൾ ഓടിയത്. മുൻവർഷങ്ങളിൽ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഒരാഴ്ചയ്ക്കകം തന്നെ പണം നൽകിയിരുന്നു. എന്നാൽ ഇത്തവണ 1 മാസം പിന്നിട്ടിട്ടും ഒരു മറുപടിയും പോലീസോ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ നൽകിയില്ല. ഇതോടെയാണ് റിപ്പോർട്ടർ TV വാർത്ത പുറത്തുവിട്ടത്. വാഹന ഉടമകൾക്ക് പണം നൽകി തുടങ്ങിയെന്ന് കാസർഗോഡ് പോലീസ് സൂപ്രണ്ട് P. ബിജോയ് പറഞ്ഞു. സാങ്കേതിക കാരണങ്ങളാൽ പണം എത്താൻ വൈകിയെന്നാണ് വിശദീകരണം. പൈസ പോലീസ് വാടകയ്ക്കെടുത്തിട്ടുള്ള എല്ലാവർക്കും പൈസ കൊടുത്തിട്ടുണ്ട്. ഇന്നലെ കൂടി അതിൻ്റെ എല്ലാം ആയിട്ടുണ്ട്. 30,000 മുതൽ 50,000 രൂപ വരെയാണ് ഓരോ വാഹന ഉടമയ്ക്കും നൽകാനുള്ളത്. ഉദ്യോഗസ്ഥരുടെ ബാറ്റ് നൽകുന്നതിലും കാലതാമസം നേരിടുന്നുണ്ട്. റിപ്പോർട്ടർ, കാസർഗോഡ്.